ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷും ഇഷിതയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ചിപ്പി ഇന്നൊരു കോമഡി അടിച്ചെന്ന് കേട്ടു. കോമഡിയോ? എന്ത് കോമഡി? അല്ല അവൾക്കൊരു ഏട്ടൻ വേണമായിരുന്നു, ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അങ്ങനെ പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യാം, വൈദ്യശാസ്ത്രത്തിന് അങ്ങനത്തെ ഒരു കഴിവില്ലല്ലോ. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, അവൾക്ക് അങ്ങനത്തെ ഒരു ഏട്ടൻ ഉണ്ടെങ്കിലോ? അത് ഏട്ടനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഇഷ്ടം പറയുമ്പോ പറ, അവൾക്ക് അങ്ങനത്തെ ഒരു ഏട്ടനുണ്ടെങ്കിലോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും മഹേഷ്. ആ അപ്പൊ അതിനർത്ഥം അവളുടെ അച്ഛന് ഒരു അച്ചീവ്മെന്റ് ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഉണ്ടെങ്കിൽ ചിപ്പിനെ അങ്ങോട്ട് പറഞ്ഞയക്ക്. അല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഒരു കാര്യം കൂടി ഇരിക്കണ്ട്. അതിന്റെ പുറകിലെ മഹേഷും അവിടെ പോയി നിന്നോ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും, എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് യേശുദ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുക കേട്ടോ. ആ സമയത്ത് മഹേഷും വരുന്നുണ്ട് കിടക്കാനായിട്ട്. മഹേഷും കിടക്കുവാണ്. അങ്ങനെ ഇഷിതയും മഹേഷ് പരസ്പരം ചിരിച്ചുകൊണ്ട് അങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കിടക്കുക കേട്ടോ. കിടന്നു കഴിയുമ്പോഴേക്കും ഇഷിത പതുക്കെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മഹേഷും ഇഷിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. അതിനുശേഷം മഹേഷ് പെട്ടെന്ന് ഇഷിത പറയുന്നുണ്ട്, അതെ എഗ്രിമെന്റ്. ഓ ശരിയാ, എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് തിരിഞ്ഞു കിടക്കുകയാണ്. ഇഷിതയും തിരിഞ്ഞു കിടക്കുന്നുണ്ട്. മഹേഷ് ഉറങ്ങിയിട്ടുണ്ടാവോ, തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കോ എന്നൊക്കെ വെച്ചിട്ട് ഇഷിത പതുക്കെ ഒന്ന് നോക്കുന്നുണ്ട്. മഹേഷും തിരിഞ്ഞൊന്ന് നോക്കുവാണ്. രണ്ടുപേരും ഒരേ സമയത്താണ് മുഖത്തേക്ക് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ട് വീണ്ടും അവർ കിടന്നുറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ തന്നെ അതിനുശേഷം കാണിക്കുന്നത് സ്വപ്നവലീനെയാണ്. സ്വപ്നവലി ഇങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് വിനോദ് വിളിക്കുന്നുണ്ട്. ഹലോ, മോനെ, എന്താ മോനെ? അല്ല അമ്മ ഇവിടെ എവിടെയാ? ഞാനോ ഒരു കല്യാണം ഉണ്ട്, അതിനുവേണ്ടി ഞാനും നിന്റെ അച്ഛനോട് പോവാ. മഹേഷ് ഇല്ല, മഹേഷ് ഇഷിതയും വീട്ടിലാണ് എന്ന് പറയാണ്. എന്താ മോനെ വിളിച്ചത്? ഞാൻ വെറുതെ വിളിച്ചതാ. ശരി, അമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പത്രവും വായിക്കുന്നതിന്റെ ഇടയ്ക്ക് വിവേക് മഹേഷിനെ വിളിക്കുകയാണ്. ഹലോ, എന്താണ് വിവേക്? അല്ല നാളെയാണ് ആ ഡൽഹിയുടെ മീറ്റിംഗ്, അതിനുള്ള പ്രൊജക്റ്റ് ഒക്കെ തയ്യാറാക്കിയോ? ഇല്ല, അതിന്ന് രാത്രി സമയമുണ്ടല്ലോ. അമ്മ അച്ഛനും നീ ഇവിടെ രാത്രിയേ വരുള്ളൂ, അത് കഴിഞ്ഞിട്ട് സമയമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്, അത് പ്രിപ്പയർ നീ ചെയ്തോ. അയ്യോ ഞാനൊന്നും ഇല്ല, മഹേഷ് ഏട്ടൻ തന്നെ അത് പ്രിപ്പയർ ചെയ്താൽ മതി. എങ്കിലൊരു കാര്യം ചെയ്, നമുക്ക് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാം. നീ ആ ചാർട്ടും അതുപോലെ തന്നെ ആ ഫയലൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാം എന്ന് പറയാണ്. ശരി, എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് വിവേക് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. ശേഷം മഹേഷ് ചായ നോക്കുവാണ്. അയ്യേ, ഇതെന്ത് ചായ കഷായോ? വായ വെക്കാൻ കൊള്ളില്ല, എന്നാൽ കുറച്ച് വെള്ളം ഒഴിക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ വിനോദിനെയാണ് കേട്ടോ. വിനോദ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നിങ്ങളെ ബക്കറ്റ് ഫണ്ടായിട്ട് ഇറങ്ങണ്ട, നിങ്ങളെ റെസിപ്റ്റ് ഫണ്ടായിട്ട് ഇറങ്ങിയാൽ മതി. റെസിപ്റ്റിൽ കറക്റ്റ് ആയിട്ട് പൈസയും അതുപോലെ തന്നെ ഒപ്പം ഒക്കെ ഇടണം. ബക്കറ്റ് ഫണ്ടായിട്ട് ഇറങ്ങിയാലേ നിങ്ങൾ അതിന് കൈയിട്ട് വരും. പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ മത്സരിക്കുന്നില്ല. ബൈ ഇലക്ഷൻ അല്ലേ? ഇല്ല, ഞാൻ മത്സരിക്കുന്നില്ല. ഒരു വർഷത്തേക്ക് മന്ത്രിയാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ ആർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മന്ത്രി വരുക കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വാ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ്. വിനോദേ, താൻ ബൈ ഇലക്ഷന് മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ബൈ ഇലക്ഷൻ മത്സരിക്കാൻ താല്പര്യമില്ല. അത് മത്സരിക്കാതിരിക്കണേ നല്ലത്. ഒരു വർഷത്തേക്ക് മന്ത്രിയാവാണെന്നല്ലേ. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അടുത്ത വർഷം മത്സരിക്കാനായിട്ട് താൻ ചിലപ്പോ കോൺഫിഡൻസ് ഉണ്ടെന്ന് വരില്ല. അതെ, ചിലപ്പോൾ മന്ത്രി ആയില്ലെന്നും വരും എന്ന് പറയുമ്പോൾ അതെ, മത്സരിക്കാതിരിക്കണ തന്നെയാണ് നല്ലത്. ഞാൻ ഒരാളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാരാ? എന്റെ മൂത്ത മരുമകൻ. അറിയില്ല തനിക്ക്? മനസ്സിലായി. അവനെ ബൈ ഇലക്ഷന് മത്സരിപ്പിച്ചാണെന്ന് ഞാൻ വിചാരിക്കണത്. മത്സരിപ്പിച്ചോ, നല്ലതാണെന്ന് പറയാണ്. അല്ല, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. കൂട്ടിക്കൊണ്ടുപോകാനോ? എവിടെയാ? അല്ല, എന്റെ ഇളയമോളുടെ പിറന്നാളായിരുന്നു, താൻ വരണം. ഇളയമോൾക്ക് ഒരേ നിർബന്ധം, വിനോദിനെ കൂട്ടിക്കൊണ്ടെന്ന് അവള് പറഞ്ഞിട്ടാ എന്നെ വിട്ടത്. അയ്യോ, അത് മന്ത്രി, ഞാൻ വരണോ? അതെ, താൻ വരണം. എന്റെ മോൾക്ക് വളരെ നിർബന്ധം, താൻ വന്നാലേ കേക്ക് കട്ടിയോന്നാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ആതിരയുടെ കേസ് നമുക്ക് കയ്യിൽ നിന്ന് മിസ്സായാലേ. നമ്മുടെ ഇടയിൽ എവിടെയോ ഒരു സ്പൈ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നണം. താൻ സൂക്ഷിക്കണം. അതിനാ സൂക്ഷിച്ചോളാം. അപ്പൊ താൻ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ പുറപ്പെട്ടു എന്റെ വീട്ടിലേക്ക്. മോളുടെ പിറന്നാളാണ്, താൻ കൂടെ വരണം. അവൾക്ക് തന്നെ കാണണമെന്നും പറഞ്ഞു. അത് വാടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മന്ത്രി വിനോദിനെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് ഒരു ഗ്ലാസ് ചായ ആയിട്ട് ഇഷിതയുടെ അടുത്തേക്ക് വരിക കേട്ടോ. അതെ, എഴുന്നേക്ക്, ഇന്ന് തനിക്ക് പോവണ്ടേ? ഞാൻ ഇന്ന് ലീവാണ്, ഇന്നില്ല എന്ന് പറയാണ്. അതെയോ? അല്ല, സിഇഒ ഇന്ന് പോണില്ലേ? ഇല്ല, എനിക്കൊന്നും വർക്കില്ല. നാളെ മുംബൈന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരാള് വരുന്നുണ്ട്, മീറ്റിംഗിനെ പ്രസന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് വർക്ക് ഉണ്ട്, ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അമ്മയും മഞ്ജിമ ചേച്ചിയൊന്നും അച്ഛനും ഇവിടെ ഇല്ല കേട്ടോ, അവരൊരു കല്യാണത്തിന് പോയിരിക്കുക. ആയിക്കോട്ടെ, ദേ ഇന്ന ചായ കുടിക്കേ, ഞാൻ ഉണ്ടാക്കിയ ചായയാണ്. ശരിക്കും നമ്മളുണ്ടാക്കിയ ചായയാണോ? അതെ, നമ്മളല്ല, ഞാൻ ഉണ്ടാക്കിയ ചായ. അതെ, ഒരു ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ, ടേസ്റ്റ് കൂടുതൽ ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കുടിച്ചു നോക്കട്ടെ, ഒരു കാര്യം ചെയ്യാം, വാഷ് ബേസിന്റെ അവിടെ പോയിട്ട് കുടിക്കാം, അതാകുമ്പോ കൊള്ളില്ലെങ്കിൽ ഒഴിച്ചു കളയാലോ. പുച്ഛം, കുടിച്ചു നോക്കാദ്യം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഇഷിത ആ ചായ മേടിച്ച് കുടിക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെ മഹേഷിനെ നോക്കുന്നുണ്ട്. എന്താ, ഇഷ്ടമായോ?
ഇത് ഈ ചായ അമ്മ ഉണ്ടാക്കിയ ചായ അമ്മയൊന്നുമല്ല. അമ്മയും മഞ്ജു ചേച്ചിന്ന് ഇവിടെ ഇല്ല. പറഞ്ഞില്ല ഞാൻ ഒറ്റക്കാ ഇവിടെ ഉള്ളതെന്ന്. അല്ല അല്ല, അതല്ല, എന്റെ അമ്മ ഉണ്ടാക്കിയ ചായ പോലെ ഉണ്ട്. അതെ, ദേ വെറുതെ ഇരിക്കട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ. അമ്മ ഉണ്ടാക്കിയ ചായ എന്ന് അത്രയ്ക്ക് വലിയ സംശയമാണോ മോൾക്കെങ്കിലേ ഒരു കാര്യം ചെയ്യും, അമ്മേനെ വിളിച്ചു നോക്ക്. ശരി, ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്. ഇതെന്റെ അമ്മ ഉണ്ടാക്കിയ ചായ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ അമ്മയുടെ മൊബൈലിലേക്ക് പ്രിയാമ്മയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ. ആ ഹലോ അമ്മേ. ആ മഹേഷ് അവിടെ വന്നിരുന്നോ? വന്നില്ലേ? അമ്മ ചായ എങ്ങാനും മഹേഷ് വന്നില്ലെന്നോ? ആ ശരി അമ്മേ എന്ന് ഇഷിത പറയാണ്. ഇത് കേട്ട് മഹേഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മയുടെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വന്ന കാര്യം പറയരുതെന്ന്. ഭാഗ്യം അമ്മ സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ മനസ്സ് വിചാരിക്കുകയാണ്, എന്താ തനിക്ക് മനസ്സിലായോ ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ തന്നെയാണെന്ന്? ഹോം അതെ, അഭിനന്ദിക്കണ്ട, പുച്ഛിക്കാതെങ്കിലും ഇരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്ത് കയറി പോവാണ്. ഇഷിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാലും അമ്മ ഉണ്ടാക്കിയ ചായ പോലെ തന്നെ ഉണ്ടല്ലോ, ഇനി അമ്മേനെ കള്ളം പറയാൻ വേണ്ടി പഠിപ്പിച്ചതായിരിക്കോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സുചിത്രേനെയാണ്. സുചിത്ര ഇങ്ങനെ വിനോദിന്റെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ. ആ സമയത്ത് വിനോദ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സുചിത്ര അങ്ങനെ ഷോ വിനോദ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലും തരുന്നില്ല. ഇന്ന് കിട്ടി വെച്ചിട്ട് തന്നെ ഉണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വിനോദ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ. ആ ഹലോ, അതെ എന്താ മാഷെ, ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലും തന്നില്ല. എടോ സത്യം പറയാലോ ഭയങ്കര തിരക്കാ. ഞാൻ ദേ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് വേറെ പരിപാടിയുണ്ട്. ഞാൻ തന്നെ പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? വേണ്ട, ഇനി വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുവാണ്. ആ സമയത്ത് വിനോദാണെങ്കിൽ ഷോ ഇവളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴും സുചിത്ര മനസ്സ് വിചാരിക്കാണ്, ആ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇനി ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1 2 എന്ന് പറയുമ്പോൾ തന്നെ വിനോദ് തിരിച്ചങ്ങോട്ട് വിളിക്കാണ്. ഹലോ സുജിമോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്, ഭയങ്കര തിരക്കാണ്. ഓ ഞാൻ കെട്ടാമോണ പെണ്ണ് അറിയാത്ത തിരക്കാണോ? അതെ, താൻ അറിയണം, കെട്ടാമോണ പെണ്ണ് അറിയണം. ഓ അതിനെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്. ആദ്യം വീട്ടുകാർ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ അല്ലെ. പിന്നെ പെൺകുട്ടീനെ ആൺകുട്ടീനെ ഇഷ്ടപ്പെടണം, ആൺകുട്ടിക്ക് അങ്ങനെ തന്നെയാണ്. അതെ, എന്നെ ഇഷ്ടപ്പെടാത്ത ആൺകുട്ടികളൊക്കെ വൻ തോൽവിയാണ് എന്ന് സുചിത്ര പറയാണ്. ഓ ആയിക്കോട്ടെ, അല്ല ഇളയമക്കും ഇളയച്ചനും നിന്നെ ഭയങ്കര ഇഷ്ടമായി, നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഹലോ. ആ കേൾക്കുന്നുണ്ട് സുജി. ആ നിന്റെ ഫാമിലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന്. ആ അത് എന്റെ ഫാമിലി പ്രശ്നമൊന്നുമില്ല, അച്ഛനും അമ്മക്കൊക്കെ നിന്നെ ഇഷ്ടവും. പിന്നെ ആകെ ഒരു ഇതുള്ളത് എന്റെ ഏട്ടനാ. ആഹാ, അങ്ങനെ മാളത്തുനിന്ന് ഓരോരുത്തർ പുറത്തേക്ക് വരട്ടെ, ഏട്ടൻ എന്താ പ്രശ്നം? അല്ല ഏട്ടനും ഞാനും കുറച്ച് മാനസികമായിട്ട് കുറച്ച് അകലത്തിലാണ്, പക്ഷെ അതിപ്പോ അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഏട്ടൻ പാവമാണ്, പഞ്ചപാവം. എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണ്. ഏട്ടനൊരു പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിവാഹം അപ്പൊ തന്നെ നടക്കും. അതെ സുജിമോളെ, തിരക്ക് അത്രയുണ്ട്, ഞാൻ പിന്നീട് വിളിച്ചാൽ മതിയോ? ശരി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സുചിത്ര ഫോം വെക്കുവാണ്. ശേഷം വിനോദ് ഫോം വെക്കുന്നുണ്ട്. സുചിത്ര ഫോം വെച്ചതിനൊക്കെ ശേഷം ഇനി ആലോചിക്കാട്ടോ, എന്നാലും ആരായിരിക്കും അവന്റെ ചേട്ടൻ? അത് അറിഞ്ഞേ പറ്റുള്ളൂല്ലോ. ചേട്ടൻ ആരാന്ന് അറിഞ്ഞിട്ട് ചേട്ടനൊന്ന് പോയി കാണണം. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് നല്ലതാണ്. എന്തായാലും അവളുടെ ചേട്ടൻ ഏതാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് സുചിത്ര ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അവിടേക്ക് മഹേഷ് വരുവാണ്. ആഹാ കൊള്ളാലോ, ഇന്ന് പാചകം ഏറ്റെടുത്തോ? ഇന്ന് വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു. അയ്യോ ഇന്ന് സഹിക്കുക എന്നെ എന്ന് പറയാനല്ല, എപ്പോഴും തന്നെ സഹിക്കുന്നുണ്ടല്ലോ. ഇന്ന് നല്ലൊരു ഫുഡ് കഴിക്കാൻ വെച്ചിട്ടാ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞത്. ഓ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഇഷിത സുചിത്രന്റെ ഫോൺ വിളിക്കാട്ടോ. ഹലോ. ആ എന്താ ചേച്ചി, നീ തിരക്കിലാണോ? അല്ല, എങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വാ. എങ്ങോട്ടേക്ക്? 101 വാടി ഇങ്ങോട്ടേക്ക്, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനിന്ന് ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, നീ ഇങ്ങോട്ട് വന്നേടി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. അങ്ങനെ നമ്മുടെ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹായ് ചേച്ചി. ആ ഹായ്, ഇന്ന് പാചകം ചെയ്യലൊക്കെ ആണല്ലോ, ഞാൻ സഹായിക്കണോ? വേണ്ട, നീ അവിടെ നിന്നാ മതി എന്ന് പറയാൻ എനിക്ക് സംസാരിക്കാനൊക്കെ ഒരാള്. അല്ല ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? എല്ലാരും ഒരു കല്യാണത്തിന് പോയിരിക്കുക. അപ്പോഴേക്കും മഹേഷ് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ വന്നല്ലോ ചീവീട്. ഓ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കോങ്ങണ്ണാണോ അതോ ചെങ്കണ്ണാണോ? ഡോക്ടറിനെ പോയി കാണിക്കണത് നല്ലതായിരിക്കും കേട്ടോ മഹേഷ് ഏട്ടാ എന്ന് പറയാണ്. എന്റെ അനിയത്തി എന്നെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ഹെൽപ്പ്? അല്ല ഈ ടീപ്പോക്കോ ഒന്ന് അറേഞ്ച് ചെയ്യണം, ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഇന്ന് മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുന്നത്. ഓ അങ്ങനെയാണോ, ഒന്ന് സഹായിക്കടോ എന്ന് പറയാണ്. അങ്ങനെ സുചിത്രനെ കൊണ്ട് സഹായിപ്പിക്കുകയാണ്. ആ സമയത്ത് സുചിത്ര ചോദിക്കണ്ടേ, അല്ല ഈ കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ചെയ്താൽ പോരെ, മീറ്റിംഗ് റൂമിൽ നടത്തിയാൽ പോരെ? അല്ല റൂം പോലെ അല്ലല്ലോ ഇത് കുറച്ച് സ്ഥലങ്ങൾ ഏരിയ ഉണ്ടല്ലോ, പിന്നെ നല്ല കാറ്റും കിട്ടും. ആ അതെ ശുദ്ധവായു അല്ലേ? ആ പിന്നെ ശുദ്ധവായു ഇവിടെ ഇരുന്നാ കിട്ടും. ശരിയാ, ശുദ്ധമായി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടുന്ന് ശരിക്കും കിട്ടും. ഓ നീ മര്യാദക്ക് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പിടിച്ച് സഹായിക്കാണ് സുചിത്ര. അതിനുശേഷം സുചിത്ര വിനോദ് അകത്തേക്ക് മഹേഷ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട്, അല്ല ചേച്ചി ഇന്ന് മഹേഷിന്റെ ഭയങ്കര ഫോമിലാണല്ലോ. അതെ ഇന്ന് നല്ല ഫോമിലാ. ശരിക്കും കണ്ടോ കേട്ടോ, ചിലപ്പോ പിന്നെ അടുത്ത വർഷമേ കാണാൻ പറ്റുള്ളൂ ഇതേ ഫോമിലെ. അത് കൊള്ളാം. അല്ല രാവിലെ തന്നെ എനിക്ക് നല്ല മൂഡായിരുന്നു കേട്ടോ, രാവിലെ തന്നെ എനിക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു ചായക്ക്, നല്ല ഉഗ്രൻ ടേസ്റ്റ്. അമ്മ
അമ്മ ഉണ്ടാക്കുന്ന ചായയുടെ അതേ ടേസ്റ്റ്. ആഹാ അത് കൊള്ളാലോ. പിന്നെ ഇളയമ്മ ഉണ്ടാക്കിയ ചായക്ക് ഇളയമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. നീ എന്താ പറഞ്ഞത്? അതേ, രാവിലെ മഹേഷിന്റെ വീട്ടിൽ വന്നിരുന്നു. ഇളയമ്മ ഉണ്ടാക്കിയ ചായ പൊക്കിക്കൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഓഹോ, അപ്പൊ ഇളയമ്മ അമ്മ ഉണ്ടാക്കിയ ചായയാണല്ലേ? അതെ എന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷ് അകത്തുനിന്ന് വീണ്ടും പുറത്തേക്ക് വരുവാട്ടോ. മഹേഷ് വരുമ്പോഴേക്കും ഇഷിതയും അതുപോലെ തന്നെ സുചിത്രയും കൂടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ മഹേഷ് ചോദിക്കണ്ട, എന്താ സുജി ഇത് ഇതുവരെ ചെയ്തില്ലേ? അയ്യോ സോറി മഹേഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടേബിളില് അവിടുത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുവാട്ടോ. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, അതെ മഹേഷ്, എനിക്കൊരു ചായ വേണമായിരുന്നു. അതിനെന്താ എന്റെ പെർമിഷൻ? പോയിട്ട് കുടിച്ചൂടെ? അല്ല മഹേഷ്, രാവിലെ ഉണ്ടാക്കിയ പോലത്തെ ചായ അതോ? അതെനിക്ക് സമയമില്ല, നാളെ ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. അല്ല, നാളെ അമ്മ എടുത്ത് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിരുന്നോ? അമ്മയോ? ഏതമ്മ? എന്റെ അമ്മ? ഞാനോ? അത് എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറഞ്ഞിട്ട്, സോറി മഹേഷേട്ടാ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അരുത് സുജി എന്ന് പറഞ്ഞെങ്കിൽ ഞാനൊന്ന് ഉണർന്നാനെ, ഞാൻ ഒന്ന് പറയാതിരുന്നാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അത് ഞാൻ ചായ ഉണ്ടാക്കിയതാണ് എന്ന് മഹേഷ് പറയാണ്. ആഹാ, ചായ ഉണ്ടാക്കിയിട്ട് എന്റെ ഇഷിത ഇങ്ങനെ ചോദിക്കണ്ടേ, അത് ചായപ്പൊടി കൂടിയതാണോ പഞ്ചസാര കൂടി പോയോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മഹേഷ് ഇങ്ങനെ മുഖത്തേക്ക് നോക്കാട്ടോ. സുചിത്ര പറഞ്ഞിട്ട്, പോട്ട് ചേച്ചി, മഹേഷിന ഒരു അബദ്ധം പറ്റിയതല്ലേ. മഹേഷ് ആ ചായ കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ടാവും പാത്രമൊക്കെ, ചേച്ചി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കല്ലേ എന്നിങ്ങനെ പറയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സുചിത്രയും നമ്മുടെ ഇഷിതയും കൂട്ടി അകത്തേക്ക് കയറി പോവാണ്. മഹേഷ് ആണെങ്കിൽ ചമ്മി നാണം കെട്ട് പോകുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് കോളിംഗ് ബെല്ല് ആരും അടിക്കുന്ന ഒച്ച കേൾക്കണത്. മഹേഷ് പറയുന്നുണ്ട്, സുജി ഒന്ന് ആരാന്ന് നോക്കിക്കേ എന്ന് പറയാണ്. അതിനെന്താ, ഞാൻ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് സുചിത്ര വാതിൽ തുറക്കാണ്. വാതിൽ തുറക്കുന്ന സുചിത്ര നെട്ടിപ്പോവാണ്. നമ്മുടെ വിവേക് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സുചിത്രയും വിവേകും കുറെ നാളെ ശേഷം വീണ്ടും മുഖത്തോട് മുഖം കാണുന്നതുകൊണ്ട് അവർ കുറച്ചേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് വിനോദ് അടുക്കളയിൽ പോയിട്ട് ഒരു ചെറിയൊരു ലെറ്റർ എഴുതുവാട്ടോ. സുചിത്രക്ക് വേണ്ടിയിട്ടാണ് എഴുതണത്. ഇങ്ങനെ പോയാൽ മതിയോ, നമുക്കൊന്ന് ഒരുമിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി വെക്കുവാണ്. അത് സുചിത്ര കാണാൻ വേണ്ടി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വിവേക്. ആ സമയത്ത് ആ പേപ്പർ പോയി എടുക്കുന്നത് നമ്മുടെ ഇഷിതയാട്ടോ. ഇങ്ങനെ പോയാൽ മതിയോ, നമുക്ക് ഒരുമിക്കണ്ടേന്ന്. മഹേഷിനുള്ളിലിരിപ്പ് ഇതാണല്ലേ, വെച്ചിട്ടുണ്ട് ഞാൻ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്ത് സുചിത്ര വരുന്നുണ്ട്. അതേ ചേച്ചി, നിങ്ങൾ തമ്മിൽ ഇന്ന് ഒന്നിച്ചു കേട്ടോ. ദേ നോക്കിക്കേ, ഇന്ന് ആരും ഇവിടെ നിങ്ങളെ ശല്യപ്പെടുത്തും, നല്ല റൊമാൻറ്റിക് രാത്രി ആവട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിന്ന് പോവാണ്. ഇഷിതക്ക് എന്തോ ടെൻഷൻ ആവുന്നു കേട്ടോ. മഹേഷ് ഇടക്കിടക്ക് ഇഷിതയെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇഷിത പേടിച്ചിട്ടായിരിക്കണം പുറത്ത്, അതായത് ദിവാങ്കോട്ടി പോയി കിടക്കാണ്, അതായത് ഹോളിൽ പോയി കിടക്കാണ്. അവിടെ നമ്മുടെ മഹേഷ് വരുന്നുണ്ട് രാത്രി. ഇഷിതക്കാകെ പേടിയാണ്. മഹേഷ് തലോൺ എടുക്കാൻ വേണ്ടി ആട്ടോ വരുന്നത്. പക്ഷെ ഇഷിത വിചാരിക്കും ഇഷിതനെ കയറി പിടിക്കാൻ വരുന്നതെന്ന്. ഇഷിത കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിക്കുന്ന ഭാഗത്തോടെ ആട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.